ഇപ്പൊ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കൊലപാതകങ്ങളും വയലൻസുകളും എല്ലാം മാർക്കോ സിനിമ കണ്ടു കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നതെന്നാണ് കുറച്ചല്ല ഒരുപാട് പേര് പറയുന്നത്. ഇത്ര പേരൊക്കെ പറയില്ലേ, എന്തെങ്കിലും കാര്യമുണ്ടോ ഇതിൽ? ഈ സിനിമ എന്ന് പറയുന്നത് നമ്മളെയൊക്കെ നല്ലോണം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. സിനിമയെ സിനിമയായിട്ട് കാണണം എന്ന് പറയുന്നവർക്ക് ആക്ച്വലി മണ്ടന്മാരാണ്. അവർ അതിനെക്കുറിച്ച് ഡീപ്പായിട്ട് ആലോചിക്കാത്തത് കൊണ്ടായിരിക്കും അവർക്ക് അങ്ങനെ തോന്നുന്നത്. പക്ഷെ അവിടെ ഒരു കുഴപ്പമുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാല്, ഒരു സിനിമ കണ്ടിട്ട് വയലന്റ് ആവുന്ന അല്ലെങ്കിൽ ഒരാളെ കൊല്ലണം എന്ന് തോന്നുന്ന ഒരാള് ഹീസ് നോട്ട് നോർമൽ. ഇങ്ങനെ നോർമൽ അല്ലാത്ത ആൾക്ക് ഒരു സിനിമ തന്നെ കാണുന്ന ഒരു ആവശ്യമില്ല. പണ്ട് നടന്ന ഒരു കൊലപാതകമോ അല്ലെങ്കിൽ ഒരു ന്യൂസ് ആർട്ടിക്കിളോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റോ അല്ലെങ്കിൽ ഒരു കഥ തന്നെ വായിച്ചാലും അയാൾ അതിൽ ഇൻഫ്ലുവൻഷ്യൽ ആവും. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഹീസ് നോട്ട് നോർമൽ. അതുകൊണ്ട് തന്നെ ഒരു കുറച്ച് സെൻസ് ഉള്ള ഏതെങ്കിലും ഒരാൾ ഏതെങ്കിലും സിനിമ കണ്ടിട്ട് ഒരു ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നില്ല. മാർക്കോനെക്കാളും വയലൻസ് ഉള്ള ഒരുപാട് സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് ഒരു സിനിമ കണ്ടിട്ട് എന്നാ ഇതുപോലെ ഒരാളെ കൊല്ലാം എന്ന് എനിക്ക് തോന്നാത്ത എന്തുകൊണ്ടാ? കാരണം ഞാൻ ഒരു നോർമൽ ആയിട്ടുള്ള ഒരാളായതുകൊണ്ടാണ്. അപ്പൊ പിന്നെ എന്തായിരിക്കും ഇതിന്റെയൊക്കെ ഒരു കാരണം? റൂട്ട് ആയിട്ടുള്ള കോസ് എന്താണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും നിയമം സ്ട്രോങ് അല്ലാത്തതുകൊണ്ടാണ്. ഒരു സൈക്കോ ആയിട്ടുള്ള റേപ്പ് ചെയ്യാൻ ചിന്തിക്കുന്ന ഒരാളെ റിയൽ വേൾഡിൽ ഒരു പെൺകുട്ടിനെ റേപ്പ് ചെയ്ത് കൊന്ന് ഒരു നൈസിൽ ഒരു വക്കീലിനെ വെച്ച് ആ കേസിൽ നിന്നൊക്കെ ഊരിപ്പോയി ഇപ്പൊ സുഖമായിട്ടിരിക്കുന്ന ഗോവിന്ദൻ ചാമിനെ കണ്ടിട്ടായിരിക്കോ ഇൻഫ്ലുവൻസ് ആവുക, അല്ലെങ്കിൽ റാൻഡം ആയിട്ട് ഒരു സിനിമയിൽ കാണുന്ന ഒരു റേപ്പ് സീൻ കണ്ടിട്ടായിരിക്കും. നിങ്ങളുടെ കയ്യിൽ അത്യാവശ്യം പൈസയും കുറച്ച് പൊളിറ്റിക്കൽ പവേഴ്സ് ഉണ്ടെങ്കിൽ എന്തും ഇവിടെ ചെയ്യാം എന്നുള്ളൊരു സിറ്റുവേഷൻ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. ഇതൊക്കെ കണ്ടുവരുന്ന പുതിയ ജനറേഷൻ പിന്നെ എന്താണ് ചിന്തിക്കേണ്ടത്? ഇറ്റ്സ് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഇത്ര എനിക്ക് പറയാനുള്ളൂ.